കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് പഴമൊഴി. ഇനി കൊല്ലം കേരളത്തിൻ്റെ ഭാവിയെ തന്നെ നിയന്ത്രിച്ചേക്കാം. കൊല്ലത്ത് ക്രൂഡ് ഓയിൽ പരീക്ഷണം നടത്താനൊരുങ്ങുകയാണ്. കൊല്ലം തീരത്ത് ഇന്ധന പരിവേഷണത്തിന് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കരാർ ഒപ്പിട്ടു. 2024 പകുതിയോടെ പരിവേഷണം ആരംഭിക്കും. UK ആസ്ഥാനമായുള്ള ഡോൾഫിൻ ഡ്രില്ലിംഗ് AS കമ്പനിയുമായി $154 ദശലക്ഷം, അതായത് 1287 കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. കൊല്ലം തീരത്തു നിന്ന് 48 കിലോമീറ്റർ ദൂരത്താണ് പരിവേഷണം. കൊല്ലം അടക്കം 3 ഇന്ത്യൻ തീരങ്ങളിലാണ് പരിവേഷണം നടത്തുക. ആന്ധ്രയിലെ അമലാപുരം, കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പരിവേഷണം നടത്തുക. രണ്ടിടത്തും പ്രാരംഭ നടപടികൾ ഡോൾഫിൻ ഡ്രില്ലിംഗ് AS കമ്പനി നേരത്തെ പൂർത്തിയാക്കി. ജലനിരപ്പിൽ നിന്ന് 6000 മീറ്റർ വരെ ആഴത്തിലാണ് പരിവേഷണത്തിനായി കൂറ്റൻ കിണറുകൾ നിർമ്മിക്കുക. 2020 കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പരിവേഷണം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിവേഷണം നടത്തുന്നത്. വാതക ഇന്ധന സാധ്യതകൾ കൂടി പ്രതീക്ഷിച്ചാണ് പരിവേഷണം. പരിവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ, കൂറ്റൻ പൈപ്പുകൾ, മറ്റു ഉപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് സൗകര്യമൊരുക്കും. ഇതിനുള്ള കൂറ്റൻ യാർഡ്, പ്ലാന്റ്, പരിവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയ സംവിധാനങ്ങൾ കൊല്ലം പോർട്ടിൽ സ്ഥാപിക്കും. കേരളത്തിന് പുറമെ മുംബൈ, കാവേരി, ത്രിപുര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പരിവേഷണം തുടരുകയാണ്. കൂടുതൽ ആഴത്തിൽ പരിവേഷണം നടത്തുന്നതിനുള്ള ഉയർന്ന ചെലവ്, ലാഭകരമായി ഖനനം ചെയ്യാനുള്ള സാധ്യത കുറവ്, അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ അഭാവം എന്നിവയാണ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. പരിവേഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ തലവര മാറ്റിയത് പെട്രോളിയം സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ മാത്രമല്ല, വെനസ്വേല, അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെയും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് എണ്ണ കയറ്റുമതി. ഇന്ത്യ 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ്. അസം, ഗുജറാത്ത് തുടങ്ങിയ ഏതാനും മേഖലകളിലാണ് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം നടക്കുന്നത്.